ദൈവതിരുനാമത്തിന് മഹത്വം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനത്തിൻ്റെ വലയത്തിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് പഴയ നിയമത്തിലെ കേട്ടു പരിചയമുള്ള ഒരു ഭാഗം വായിച്ചിട്ട് അതിൽ നിന്ന് ചില ചില്ലറ മർമ്മങ്ങൾ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ ആണ്: യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു എന്ന ഒരു പ്രസ്താവന. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക, എന്തിന് നീ പുറത്തു നിൽക്കുന്നു? ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അകത്തേക്ക് വിളിക്കുക, യഥാസ്ഥാനപ്പെടുത്തുക, അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം എപ്പോഴും യഥാസ്ഥാനപ്പെടുത്തുന്നവനാണ്, അകത്തേക്ക് വിളിക്കുന്ന ദൈവമാണ്. പുറത്തുനിന്ന് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല. വാതുക്കലിട്ട് വേണമെങ്കിൽ യജമാനൻ ഇറങ്ങി വരാം. പക്ഷെ വാതുക്കൽ നിന്ന് സംസാരിക്കപ്പെടേണ്ട വ്യക്തിയല്ല അവിടെ നിൽക്കുന്നത്. അവൻ അകത്ത് തന്നെ വരേണ്ടവനാണ്. അവൻ യഥാസ്ഥാനപ്പെടേണ്ടവനാണ്. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ദൂരെ നിന്ന് ദൈവത്തെ കാണാനും അകലെ നിന്ന് ദൈവത്തോട് സംസാരിപ്പാനും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് സക്കായി ആഗ്രഹിച്ചത്. പൊക്കത്തിൽ കുറഞ്ഞവനാണ്. പൊക്കത്തിൽ കുറഞ്ഞവനെല്ലാം അത്യുമരത്തിൻ്റെ മുകളിൽ കയറണമെന്ന് നിർബന്ധം ഇല്ല. അവന് വേണമെങ്കിൽ താഴെ നിന്ന് യേശുവിനോട് ചേർന്ന് നിന്ന് സംസാരിക്കാം. ഉയരമുള്ള മറ്റുള്ളവരെ വേണമെങ്കിൽ അവന് തഴഞ്ഞു മാറ്റാം. മാത്രവുമല്ല, താഴെ നിന്ന് യേശുവിനോട് മുട്ടി ചേർന്ന് നിന്ന് അവൻ സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ സക്കായുടെ ഉള്ളിലുള്ള കൊതി അങ്ങനെയല്ല. ദൂരെ നിന്നാൽ മതി, ഒത്തിരി അടുക്കണമെന്നേ ഇല്ല. അകലെ നിന്നൊന്ന് കാണണം, എങ്ങനെയുണ്ട് ഇത്, അവൻ്റെ രീതി എങ്ങനെയുണ്ട്, കർത്താവ് എങ്ങനെയുണ്ട്, ഷേപ്പ് എങ്ങനെയുണ്ട്. ഒത്തിരി ആളുകൾ അവനെക്കുറിച്ച് നല്ല അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഇവൻ എങ്ങനെയുണ്ട് എന്ന് അകലെ നിന്ന് അറിയാനാണ് സത്യത്തിൽ സക്കായിയും ആഗ്രഹിച്ചത്. ഒത്തിരി ദൈവമക്കൾ എങ്ങനെയുണ്ട്, ഒത്തിരി ഒന്നും കർത്താവിലേക്ക് പോകാൻ പറ്റത്തില്ല, ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് മനസ്സില്ല, എൻ്റെ സമയമൊന്നും ഒത്തിരി കളയാനൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഒത്തിരി സമയമൊന്നും സുവിശേഷ വേല കേൾക്കാനോ സുവിശേഷ വേലയ്ക്ക് കൊടുക്കാനോ എൻ്റെ കയ്യിലില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. കുറേശ്ശൊക്കെ കൊടുത്ത് മിതമായി നിന്നാൽ മതി, ഒത്തിരി അടുത്താൽ പറ്റില്ല, പള്ളിയിൽ ഒത്തിരി പോയാൽ പറ്റില്ല, ഒത്തിരി പട്ടക്കാരോട് എടുക്കണ്ട, ഒത്തിരി സുവിശേഷകരുമായി ബന്ധപ്പെടേണ്ട, ഒത്തിരി വേദപുസ്തകം വായിക്കേണ്ട, എല്ലാം മിതമായി മാത്രം മതി എന്ന് വിചാരിക്കുന്ന മിതവാദികൾ ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം അങ്ങനെ അല്ല, അത് അകത്ത് തന്നെ വരണം. ആത്മീയമായി സന്തോഷം അതിന് പൂർണ്ണതയിൽ എത്തണം. അതാണ് ദൈവത്തിൻ്റെ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ എന്നാണ് ദൈവവചനം പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക. ഇത് ലാബാൻ ഏലിയാസറിനോട് പറയുന്ന ഒരു വലിയ ചിന്തയാണ്. പശ്ചാത്തലങ്ങളെല്ലാ ദൈവമക്കൾക്കും നല്ലവണ്ണം അറിയാം. ഇവിടെ അബ്രഹാം തൻ്റെ തുടയിൽ പിടിപ്പിച്ച് സത്യം ചെയ്ത് ഏലിയാസറിനെ പറഞ്ഞയക്കുന്നു. തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിന് ഒരു മണവാട്ടിയെ വേണം. തൻ്റെ മകൻ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, വളരെ വലിയ പരീക്ഷ പാസ്സായിട്ടുള്ള ഒരാളാണ്. എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ മോറിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത ഒരാളാണ് ഇസഹാക്ക്. എന്ന് പറഞ്ഞാൽ അത്ര കഷ്ടങ്ങൾ, ത്യാഗങ്ങൾ, ശരിക്കും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. തൻ്റെ ആ യാഗപീഠത്തിന്മേൽ ബന്ധിച്ച് കൈകാലുകൾ കെട്ടിയിട്ട് അപ്പനായിരിക്കുന്ന അബ്രഹാം ഒന്നും നോക്കാതെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ദൈവത്തെ ഭയപ്പെട്ട് വാളെടുത്ത് ഓങ്ങുന്നത് വരെ, അല്ലെങ്കിൽ ദൈവം തടയുന്നത് വരെ മരണം സത്യമാണെന്ന് വിചാരിച്ച ആളാണ് ഇസഹാക്ക്. അത് നമ്മൾ മറന്നു പോകരുത്. മരണത്തെ മുന്നിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മരണത്തെ മുന്നിൽ കണ്ടത് ഇസഹാക്കാണ്. പലരും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, വെച്ചാൽ ഞാൻ മരണത്തെ മുന്നിൽ കണ്ടു, ആ രോഗം ഭയങ്കരമായിരുന്നു, ആ വണ്ടി അങ്ങ് വരുന്നത് കണ്ടപ്പോൾ മരിക്കുമെന്ന് തോന്നി, ഇടിക്കുമെന്ന് തോന്നി, ഒക്കെ ശരിയാണ്. സത്യത്തിൽ ഏറ്റവും ആദ്യം മരണത്തെ മുഖാമുഖം കണ്ട ഒരാൾ ഇസഹാക്കാണ്. താൻ മരിക്കുമെന്ന് ഉറപ്പാണ്, തന്നെ വെട്ടുമെന്നും തനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താൻ ആ യാഗപീഠത്തിന്മേൽ കിടക്കുമ്പോൾ അപ്പൻ എന്നെയാണ് ഇറക്കുന്നതെങ്കിൽ ഞാനൊരു പക്ഷേ ജീവനുള്ള ജീവിയാണ്, കൈകാലുകൾ അത് പിടയ്ക്കാൻ സാധ്യതയുണ്ട്, അത് അപ്പൻ്റെ ദേഹത്ത് പോലും കൊള്ളുന്നത് എനിക്കിഷ്ടമല്ല,
എൻ്റെ മരണവെപ്രാളം കൊണ്ട് കൈകാലുകൾ എടുത്താൽ ഞാൻ അറിയാതെ പോലും അപ്പനെ വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇസഹാക്കിൻ്റെ ആ സമർപ്പണം. പലപ്പോഴും ദൈവമക്കളെ നമുക്ക് നഷ്ടം വന്നാലും നമുക്ക് കഷ്ടങ്ങൾ വന്നാലും നമ്മുടെ ദൈവത്തിന് വിരുദ്ധമായി ഒരു വാക്ക് പോലും സംസാരിക്കാതിരിക്കാൻ ദൈവമക്കൾ ശ്രദ്ധിക്കണം. രോഗം വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ദൈവത്തെ മറക്കുക, ദൈവത്തിൻ്റെ കൃപ മറന്നു കളയുക. ഇങ്ങനെയുണ്ടോ ഒരു ദൈവം എന്നൊരു ചോദ്യം അറിയാതെ വരിക. പിറുപിറുപ്പുണ്ടാകുക. ഇസ്രായേൽ ജനം മോശയോട് പിറുപിറുത്തത് അതുകൊണ്ടാണ്. തങ്ങളുടെ സുഖസൗകര്യങ്ങൾ കുറയുമ്പോൾ ആളുകൾ പിറുപിറുക്കുന്നു. തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രത്യാശയ്ക്ക് വ്യത്യാസം വരുമ്പോൾ ആളുകൾ പിറുപിറുക്കുന്നു. MA പാസ്സായാൽ ജോലി കിട്ടുമെന്നൊരു ചെറുപ്പക്കാരനുള്ളിലുണ്ട്. MA പാസ്സായി കഴിഞ്ഞിട്ടും ജോലി കിട്ടിയില്ലെങ്കിൽ അവൻ ആദ്യം പിറുപിറുക്കുന്നത് ദൈവത്തോടാണ്. എന്ത് ദൈവം? ഞാൻ ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിച്ച് പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം കയ്യിലാക്കിയിട്ടുണ്ട്. എന്നെ മാത്രം ദൈവം കടാക്ഷിക്കുന്നില്ല, എനിക്ക് മാത്രം ദൈവം അനുഗ്രഹം തരുന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല. സമയത്ത് അതൊക്കെയും ദൈവം നടത്തിത്തരും. നീ ഒരിക്കലും ഭാരപ്പെടുകയല്ല വേണ്ടത്. നിനക്ക് ആവശ്യമുള്ള സമയത്താണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നിനക്ക് ആവശ്യമെന്ന് നീ വിചാരിക്കുന്ന സമയമല്ല, നിനക്ക് ആവശ്യമുണ്ടെന്ന് ദൈവത്തിന് തോന്നണം. അതും കൂടെ നീ പഠിച്ചിരിക്കണം. പലപ്പോഴും നമ്മുടെ ആവശ്യം അല്ല, ദൈവം നമുക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന സമയം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നാം ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തയാണ് ദൈവിക ചിന്ത. നാം മാനുഷികമായി ചിന്തിക്കുമ്പോൾ ദൈവം ദൈവികമായി ചിന്തിക്കുന്ന ഒരു ദൈവമാണ്. പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ദൈവമക്കൾ ശ്രദ്ധിക്കണം, ദൈവമക്കൾ പഠിക്കണം. ഇസഹാക്ക് മുഖാമുഖം മരണത്തെ കണ്ടിട്ടാണ് മോറിയ മലയിൽ നിന്നും താഴെ ഇറങ്ങി വന്നത്. ആ ഇസഹാക്കിന് ഒരു മണവാട്ടി എടുക്കാനും അബ്രഹാം അതിൻ്റെ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അയൽവക്കത്തുള്ള കനാന്യ സ്ത്രീകളിൽ നിന്ന് ഒരു മണവാട്ടി വേണമെന്ന് അബ്രഹാം വിചാരിക്കുന്നേ ഇല്ല. ഓർക്കുക, തൽക്കാലം എന്നുള്ള ഒരു വാക്ക് ദൈവത്തിന് ഇല്ല. അത് മനുഷ്യനേ ഉള്ളൂ. തൽക്കാലം ഇതിരിക്കട്ടെ. നമ്മൾ ചില ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് തൽക്കാലം ഇത് കൈവച്ചു. എന്നാൽ ദൈവത്തിന് തൽക്കാലം എന്നില്ല. ദൈവം കൊടുക്കുന്നത് എന്നേക്കുമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് തൽക്കാലത്തേക്കുള്ള പദ്ധതിയൊന്നുമില്ല. ദൈവത്തിൻ്റെ പദ്ധതി നിരന്തരമായ പദ്ധതിയാണ്. അതെന്നേക്കും വസിക്കുന്നതാണ്. അവർ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും എന്നാണ്. അവരുടെ കണ്ണുനീർ ദൈവം ഒപ്പി. ദൈവം താൻ അവർക്ക് കൂടാരം. അവർ എന്നേക്കും, അല്ലാതെ കുറച്ച് ദിവസത്തേക്കല്ല. ദൈവം തരുന്ന സമാധാനം കുറച്ച് സമയത്തേക്ക് അല്ല. ലോകത്തിനത് കവരാനും പറ്റുക ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, തൽക്കാലത്തേക്കുള്ള പെട്ടെന്ന് കാര്യം നടക്കുക, അതിന് ഏത് മാർഗവും സ്വീകരിക്കുക, അത് മനുഷ്യനാണ്. ദൈവത്തിന് അങ്ങനെ മാർഗം ഇല്ല. ദൈവത്തിൻ്റെ വഴി തെളിഞ്ഞതാണ്. ദൈവത്തിൻ്റെ വഴി സുതാര്യമാണ്. ദൈവം വളഞ്ഞ വഴിയെ സഞ്ചരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ദൈവമക്കൾക്ക് മനസ്സിലായി കാണും. കനാന്യ സ്ത്രീകൾ അടുത്തുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് ഇസഹാക്ക് പരീക്ഷയൊക്കെ പാസ്സായി വന്നത്, അല്ലെങ്കിൽ ത്യാഗം സഹിച്ചു വന്നത്. ഓർത്ത് നോക്കുമ്പോൾ വളരെ കഷ്ടപ്പാടൊക്കെ സഹിച്ചു വന്ന ഇസഹാക്കാണ്. വേണമെങ്കിൽ ആ കനാന്യ സ്ത്രീയിൽ നിന്നൊരു വിവാഹം കഴിപ്പിച്ച് തൽക്കാലം അവൻ്റെ ആ വിഷമവും പ്രയാസങ്ങളൊക്കെ മറക്കാം. വേണമെങ്കിൽ അബ്രഹാമിനെ ആലോചിക്കാമായിരുന്നു. നോ, അബ്രഹാം അത് ആലോചിച്ചില്ല. ദൈവമക്കൾ ഓർത്തുകൊള്ളണം, വളരെ ക്ഷീണമാണ്, ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല എന്ന് വിചാരിക്കാൻ നമുക്ക് അവകാശം ഇല്ല. ഇന്ന് നാളെ പിള്ളേർക്കൊക്കെ പരീക്ഷയാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ വേദപുസ്തകത്തിൻ്റെ ഒരു ചെറിയ അധ്യായമൊക്കെ വായിച്ച് ഒരു കൗമ ചൊല്ലി പ്രാർത്ഥിച്ച് പെട്ടെന്ന് കിടന്നോ അല്ലെങ്കിൽ പഠിച്ചോ എന്നല്ല. പരീക്ഷ അത് വേറെ വിഷയം, മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെ വിഷയം. നീ മുന്നമേ ദൈവത്തിൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കണം. ദൈവിക പദ്ധതിക്ക് വ്യത്യാസം വരാൻ പാടില്ല. മനുഷ്യൻ്റെ പദ്ധതി പോലെയല്ല ദൈവത്തിൻ്റെ പദ്ധതി. അതിന് വ്യത്യാസം വരുത്താൻ നമുക്ക് അവകാശമില്ല. എപ്പോഴും ദൈവമക്കളെ ഓർത്തിരിക്കുന്ന ഒരു വലിയ മർമ്മമാണ് അച്ഛൻ പറഞ്ഞത്. തൽക്കാലത്തേക്കുള്ള പരിപാടി ദൈവത്തിനില്ല. അതുകൊണ്ട് തന്നെ അബ്രഹാം തൻ്റെ പ്രിയപ്പെട്ട കാര്യവിചാരകനായിരിക്കുന്ന ഏലിയാസാറിനെ വിളിച്ചിട്ട്, ഈ കനാന്യ ദേശത്തു നിന്ന്, ഈ ചുറ്റുപാടിൽ നിന്ന് എൻ്റെ മകനൊരു മണവാട്ടി എടുക്കാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ത്യാഗം ഉണ്ടായിരിക്കും, പ്രയാസം ഉണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും. ഒത്തിരി ദൂരത്താണ് ഇവന് വേണ്ടി ദൈവം ഒരുക്കി വെച്ച മണവാട്ടി. നീ അവിടെ വരെ പോയേ ഒക്കത്തുള്ളൂ. ത്യാഗങ്ങൾ സഹിക്കണം ദൈവമക്കളെ ഉദ്ദിഷ്ട കാര്യത്തിനായിട്ട്. ത്യാഗവും പ്രയാസവും സഹിച്ചാലാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. ആഴത്തിനോ ഉയരത്തിനോ വന്നതിനോ വരാനുള്ളതിനോ ഈ സ്നേഹത്തിൽ നിന്നും നിന്നെ അകറ്റാൻ സാധ്യമേ അല്ല. ശോധന കഴിക്കണം. ഊതി കഴിച്ച പൊന്നുപോലെ നിൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും. അപ്പോഴെല്ലാം അതിൻ്റെ മറവിൽ ഒരു വലിയ സന്തോഷമുണ്ടെന്ന് നീ ഓർത്തിരിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. ഉപരിവിപ്ലവമല്ല കർത്താവിൻ്റെ ശുശ്രൂഷ. ആഴത്തിൽ ചിന്തിക്കണം.
ഒരു കടൽ സാധാരണക്കാരനായ ഒരു കൊച്ച് പഠിക്കുന്ന 2ാം ക്ലാസ്സിലോ 3ലോ പഠിക്കുന്ന ഒരു കുട്ടി ഒരു സമുദ്രം കാണുമ്പോൾ അവൻ തുള്ളിച്ചാടുന്നത് ആ സമുദ്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ അതിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ടല്ല, അതിൻ്റെ വീതിയും വ്യാപ്തിയും ഒന്നും ആ കുട്ടിക്ക് പ്രശ്നമല്ല. ആ കുട്ടി തുള്ളിച്ചാടുന്നത് തിരമാല പരമ്പ് മടക്കി എടുക്കുന്നത് പോലെ മടങ്ങി തിരമാല അങ്ങ് വരുമ്പോൾ എല്ലാം മറന്ന് ആ കുട്ടി തുള്ളിച്ചാടുകയാണ്. കാരണം ആ തിരമാലയിൽ മാത്രമാണ് കടൽ എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ ആ കൊച്ചു ബാലൻ്റെ കുഞ്ഞു മനസ്സിൽ കടൽ എന്ന് പറയുന്നത് വെറും മടങ്ങിയെത്തുന്ന, അല്ലെങ്കിൽ പിന്നെ പരമ്പ് പോലെ പായ പോലെ മടങ്ങി വരുന്ന ആ തിരമാലയാണ് ആ കുട്ടിക്ക് കടൽ എന്ന ആ വാക്ക് പോലും. അപ്പോൾ ആ കൊച്ചിൻ്റെ മനസ്സിൽ നമുക്ക് കടലിൽ പോകാം, കടൽ തീരത്ത് പോകാം എന്ന് പറയുമ്പോൾ ആദ്യം ആ കുട്ടിയുടെ മനസ്സ് കടൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു തിരമാല ആണ് ആ കൊച്ചിൻ്റെ മനസ്സുള്ളൂ. നേരെ മറിച്ച് ഫിഷർമാൻ മീൻ പിടിക്കുന്ന ആളോട് ചോദിച്ചാൽ അവർ പറയുന്നത് വേറൊരർത്ഥത്തിലാണ്. ആ ഭാഗത്ത് ചാകര ഇല്ല, അവിടെ മീൻ ഇല്ല, അവിടെ വേണ്ടതുപോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല മത്സ്യം. അപ്പോൾ ഒരു മുക്കുവനെ സംബന്ധിച്ച്, മീൻപിടുത്തക്കാരനെ സംബന്ധിച്ച് തിരമാല അവനൊരു പ്രശ്നമേ അല്ല. അവൻ അതിനകത്തുള്ള മത്സ്യത്തിൻ്റെ വലുപ്പവും എണ്ണവുമാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ അങ്ങനെ പല ചിന്താഗതിക്കാരാണ്. എന്നാൽ ഒരു മുങ്ങൽ വിദഗ്ധനോട് ചോദിച്ചാൽ അവൻ തിരമാലയും മൈൻഡ് ചെയ്യുന്നില്ല, മീനെയും മൈൻഡ് ചെയ്യുന്നില്ല. അതിനടിയിൽ ചില വിലപ്പെട്ട രത്നങ്ങളും ചിപ്പികളുമാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ഇത് തന്നെയാണ് ആത്മീയ കോളത്തിൽ പലർക്കും. ചിലർ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന് ചിലർ പറയും. അതല്ല, കർത്താവ് മടങ്ങി വരും, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത ആർക്കും രക്ഷയില്ല എന്ന് വിശ്വസിക്കുന്ന, അതാണ് ശരിക്കും ആഴത്തിൽ വിശ്വസിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എന്ത് പ്രയാസം സഹിച്ചാലും നീ ദൂരം പോകണം ഏലിയാസർ ദൂരം പോവുകയാണ്. അവിടെ വായിക്കുന്നത്, നീ ചെല്ലുമ്പോൾ ഒരു കന്യകയെ കണ്ടു കിട്ടും എന്നല്ലാതെ ആ കന്യകയെക്കുറിച്ച് യാതൊരു വിവരണവും ആ ഭാഗത്ത് അബ്രഹാം കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക. ദൈവത്തിനറിയാം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി. നിങ്ങൾ വേവലാതിപ്പെട്ട് ലിസ്റ്റ് ഉണ്ടാക്കുകയും നിങ്ങൾ വേവലാതിപ്പെട്ട് അതിൻ്റെ സറൗണ്ടിങ് അതെങ്കിൽ ചുറ്റുപാടിനെക്കുറിച്ച് അന്വേഷിക്കുകയൊന്നും ചെയ്യേണ്ട. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിച്ചു കൊടുത്താൽ ആവശ്യവും പറയുക, അത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തരുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു അഡ്രസ്സും കൊടുക്കുന്നില്ല, ഒരു മേൽവിലാസവും കൊടുക്കുന്നില്ല. നീ ചെല്ലുമ്പോൾ ഒരു കന്യകയെ കണ്ടു കിട്ടും. വായിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും. 24-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കിയാൽ ആ സത്യങ്ങളൊക്കെ ദൈവമക്കൾക്ക് ശക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ കർത്താവിന് സ്തോത്രം. നീ ഭാരപ്പെടേണ്ട, സ്വർഗത്തിലെ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, നിനക്കൊരു ജ്ഞാനമില്ലെങ്കിലും നിനക്കൊരു മേൽവാസമില്ലെങ്കിലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നിനക്ക് തികഞ്ഞിരിക്കും. ദൈവാനുഗ്രഹം നിൻ്റെ കൂടെ ഇല്ല എങ്കിൽ എന്തുണ്ടായാലും നിനക്കത് തികയില്ല എന്ന് നീ മനസ്സിലാക്കേണ്ട സമയം വൈകിയിരിക്കുന്നു. ഏലിയാസറിനെ പറഞ്ഞയക്കുന്നു. ഏലിയാസർ പോകുന്നു. ഒത്തിരി മാനുഷികമായി ഏലിയാസർ വിഷമിക്കുന്നുണ്ട്. എവിടെ, എങ്ങനെ കിട്ടും? ഇതൊക്കെ ഏലിയാസറിൻ്റെ മാനുഷിക ചിന്തയാണ്. ഞാൻ ചിന്തിക്കുമ്പോൾ ഏറ്റവും അവസാനമായി ഏലിയാസർ ചെന്ന് നിൽക്കുന്നത് ഒരു ഉറവയുടെ, ഒരു കിണറിൻ്റെ, ഒരു കുളത്തിൻ്റെ, ഒരു നീരുറവയുടെ ഒരു തീരത്താണ് ഏലിയാസർ ചെന്ന് നിൽക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ദൈവം അവനൊരു ദർശനം കൊടുത്തു. നീ ഇങ്ങനെ ചിന്തിക്കുക, ഇവിടെ ഒത്തിരി സ്ത്രീകൾ വെള്ളം കോരാൻ വരും. ഒരു സ്ത്രീയോട് ഞാൻ ജലം ചോദിക്കും. ആരാണോ എനിക്ക് കുടിക്കാൻ തരുന്നത് അവളെ എൻ്റെ യജമാനത്തിയായി ഞാൻ സ്വീകരിക്കുന്നത്. ദൈവമേ, നിനക്ക് ഇഷ്ടമോ? അവൻ ദൈവത്തോടൊരു ഉടമ്പടി ചോദിക്കുകയാണ്. ദൈവം അവൻ്റെ ഹൃദയത്തിൽ ഒരാലോചന തരികയാണ്. എത്രയോ സ്ഥലങ്ങൾ അവൻ യാത്ര ചെയ്തു, എത്ര ദൂരം അവൻ യാത്ര ചെയ്തു. അവിടെ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക ആലോചന, ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഈ കുളത്തിൻ്റെ തീരത്ത്, അഥവാ നീരുറവയുടെ തീരത്ത്, കിണറിൻ്റെ തീരത്ത് ചെല്ലുമ്പോൾ ഏലിയാസറിന് കിട്ടുകയാണ്. ദൈവമക്കളൊരു സത്യം ഓർത്തോണം. ഇന്നലെ വരെ തോന്നാത്ത ചില ബുദ്ധി ദൈവം നിങ്ങൾക്ക് തരും. അത് സമയമാകുമ്പോൾ തരും. അവിടെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നിങ്ങൾ വണ്ടടിച്ചു പോകും, എൻ്റെ ദൈവമേ എനിക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയിട്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ല, നിനക്ക് തോന്നിയ ബുദ്ധിയെ അല്ല, ദൈവം നിനക്ക് തന്നതാണ് ആ ബുദ്ധി. സമയമാകുമ്പോൾ ദൈവം ബുദ്ധി തരും. സമയമാകുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. പക്ഷെ പലരും അത് എൻ്റെ ബുദ്ധി, ലാസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നി എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. അവസാനം എൻ്റെ ദൈവം എനിക്കൊരു ബുദ്ധി തന്നു എന്ന് തിരുത്തി വായിക്കണം. അതിന് മനസ്സുണ്ടാകണം.
ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടു, എൻ്റെ അച്ഛാ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഒന്നും ഫലിച്ചില്ല. അവസാനം എനിക്കൊരു ബുദ്ധി തോന്നി, ഞാൻ ഇങ്ങനെ ചെയ്തു, രക്ഷപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള ദൈവമക്കളെ, തിരുത്തി വായിക്കണം. എൻ്റെ അച്ചോ, ഞാൻ ഒത്തിരി ആദ്യം എൻ്റെ ബുദ്ധിയിൽ ആലോചിച്ചു, എൻ്റെ ചിന്തയിൽ ഞാൻ ഒത്തിരി ചെയ്തു നോക്കി, എൻ്റെ കഴിവ് ഞാൻ ഒത്തിരി പ്രയോഗിച്ചു നോക്കി, എൻ്റെ താലന്ത് ഞാൻ ഒത്തിരി വിതറി നോക്കി. നോ, അവിടെ ഒന്നും എനിക്ക് ജയിക്കാനേ സാധിച്ചില്ല. അവിടെ ഒന്നും ഞാൻ രക്ഷപ്പെട്ടില്ല. എൻ്റെ ഒരു തന്ത്രവും എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും ഒന്നും എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അവസാനം ദൈവം എനിക്ക് ആലോചന പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത ഒരു ബുദ്ധി എന്നിൽ തെളിഞ്ഞു. അതാണ് എൻ്റെ ശക്തിയും എൻ്റെ സമ്പത്തും. നീ എനിക്ക് തന്നതൊക്കെയും ഞാൻ നിന്നിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ദൈവമേ, നീ എനിക്ക് വേണ്ടത് തരും. ഇതാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി. നമ്മുടെ കയ്യിലുള്ളതെല്ലാം അങ്ങ് സമർപ്പിക്കണം. മോശയോട് പറഞ്ഞത്, നിൻ്റെ കയ്യിൽ എന്തുണ്ട് അത് വെച്ചുകൊണ്ടിരിക്കേണ്ട, അത് താഴെ ഇട്ടാൽ മതി. നീ ഒറ്റയ്ക്ക് നിൽക്കുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ കയ്യിൽ വടിയുണ്ടെങ്കിൽ നിനക്ക് വടിയുണ്ട് എന്ന ഒരു അഹങ്കാരം വരാൻ സാധ്യത ഉണ്ട്. മോശേ, നിൻ്റെ കയ്യിൽ വടി ഇരുന്നാൽ, വടി എൻ്റെ കയ്യിലുണ്ട് വേണ്ടി വന്നാൽ എന്ന് മാനുഷികമായി നീ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. സോ ലൈറ്റ് ഡൗൺ, അത് താഴെ ഇടുക, അപ്പോൾ ഞാൻ പ്രവർത്തിക്കാം. ദൈവമക്കൾ എപ്പോഴും ഓർത്തോണം, നിൻ്റെ കയ്യിലുള്ളത് നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. നിൻ്റെ ബുദ്ധി, നിൻ്റെ ശക്തി, ഇതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. നിനക്ക് ഐ ആം സംതിങ് എന്ന് വിചാരിക്കുന്നിടത്ത് ദൈവം പ്രവർത്തിക്കത്തേ ഇല്ല. ഐ ആം നത്തിങ് എന്ന് പറയുന്നിടത്തേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഒരിക്കൽ കൂടെ ചിന്തിക്കണം, ഐ ആം സംതിങ് എന്ന് പറയുന്നിടത്ത് ദൈവം പ്രവർത്തിക്കാൻ പ്രശ്നമില്ല. ഐ ആം നത്തിങ്, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നും ഇല്ല, എനിക്ക് പ്രവർത്തിക്കാനും കഴിയത്തില്ല, ഞാൻ വെറും ശൂന്യം, ഞാനൊരു പാഴ്, എന്നെ നീ അനുഗ്രഹിക്കണം, എടുത്തുപയോഗിക്കണം കർത്താവേ. അതുകൊണ്ടാണ് എലീശ പ്രവാചകൻ ആ സ്ത്രീയോട് പറഞ്ഞത്, നീ കാലിപ്പാത്രങ്ങൾ കടം വാങ്ങിച്ചുകൊണ്ട് വരണം, എന്നിട്ട് എണ്ണയുള്ള പാത്രത്തിൽ നിന്നും എണ്ണയില്ലാത്ത പാത്രത്തിലേക്ക് നിറയ്ക്കണം. ഈ കാലിപ്പാത്രങ്ങളിൽ മാത്രമേ ദൈവം നിറയ്ക്കാറുള്ളൂ. നേരെ മറിച്ച് അല്പ എണ്ണ, അരപ്പാത്ര എണ്ണ, കാൽപാത്ര എണ്ണ കടം വാങ്ങിക്കാനല്ല ദൈവം പറഞ്ഞ്. ഒരെണ്ണയും വേണ്ട, കാലിപ്പാത്രങ്ങൾ മതി, അത് നിറയ്ക്കാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. അരപാത്രം എണ്ണയുണ്ടെങ്കിൽ ആ കൊടുത്ത ആൾ പറയും, ഞാൻ അരപാത്രം എണ്ണ കൊടുത്തുകൊണ്ട് അവളുടെ കടം വീടി. ഞാനൊരു ആ പാത്രത്തിൽ കാൽ ഭാഗം എണ്ണയുണ്ടായിരുന്നു, അങ്ങനെ ഉള്ളത് ഞാൻ എടുത്തു കൊടുത്തു, അതുകൊണ്ട് അവളുടെ കടം വീടി. അവിടെ ഒന്നും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുക ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം പറയുന്നത്, അത് വേണ്ടേ വേണ്ട. ആരുടെയും കാൽഭാഗമോ ആരുടെയും പകുതി ഭാഗമോ ഒന്നും എനിക്ക് ആവശ്യമില്ല, ആരുടെയും ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല. ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ തന്നെ പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. യഹോവയിൽ തന്നെ ആശ്രയിക്കുക, അവങ്കിൽ തന്നെ ആശ്രയിക്കുക. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം തന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഇവൻ്റെ ബുദ്ധിയൊന്നുമല്ല, ഇവനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ പുരുഷൻ തൊടാത്ത ഒരു പെൺകുട്ടി തോളിൽ ഒരു കുടവുമായി അവിടെ വരികയാണ്. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അവൻ ചെന്ന് ചോദിച്ചു, സഹോദരി, എനിക്ക് കുടിക്കാൻ തരാമോ? വളരെ ശാന്തമായിട്ട് ആ സ്ത്രീ പറയുന്നത്, യജമാനനെ കുടിച്ചാലും ഒട്ടകത്തിനും ഞാൻ കോരി കൊടുക്കാം. സത്യത്തിൽ ഏലിയാസർ ഒരിക്കലും യജമാനൻ ആയിരുന്നിട്ടേ ഇല്ല. അവനൊരു ദാസനാണ്. അബ്രഹാമിൻ്റെ വീട്ടിലെ ദാസനാണ് ഏലിയാസർ. പക്ഷേ ഈ സ്ത്രീയുടെ മുമ്പിൽ അവൻ യജമാനനാകുന്നു. യജമാനനാണ് അവനെ പറഞ്ഞയച്ചത്, അതുകൊണ്ട് അവൻ യജമാനനാകുന്നു. നിങ്ങൾ മറക്കാതിരിക്കുക, ദാസൻ യജമാനൻ ആകുന്നത് യജമാനൻ നമ്മെ പറഞ്ഞയക്കുമ്പോഴാണ്. നിങ്ങളെ ദൈവമാണ് അനുഗ്രഹിച്ചതെങ്കിൽ നിങ്ങൾക്ക് ദൈവിക പദവിയും ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും ദൈവം തരും. ദൈവം നിങ്ങളെ വിട്ടെങ്കിൽ വെറും കൈയോടെ നിങ്ങളെ ദൈവം വിടുക ഇല്ല. ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ചാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ അവിടെ എല്ലാം ദൈവികമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ദൈവം തരും. നിങ്ങളെ ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യും. നിങ്ങൾ സന്തുഷ്ടരായിരിക്കും. നിങ്ങൾക്ക് വലിയ സന്തോഷത്തോടെ പ്രാഗൽഭ്യത്തോടെ അവിടെ കഴിഞ്ഞു വിടാനായിട്ട് പറ്റുകയും ചെയ്യും. രാജാവ് തരുമ്പോൾ രാജകീയമായിട്ടേ തരത്തുള്ളൂ, മറന്നു പോകരുത്. ഒരു രാജാവ് ഒരു സംഭാവന തന്നാൽ ഞാൻ തരുന്ന പോലെ ആയിരിക്കില്ല, അത് രാജാവാണ് തരുന്നത്. പാവപ്പെട്ടൊരു മനുഷ്യൻ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി മകളുടെ വിവാഹത്തിന് എന്തെങ്കിലും തരണമേ എന്ന് അപേക്ഷിച്ചു. എന്തെങ്കിലും തരണമെന്നാണ് ആ പാവപ്പെട്ടവൻ അപേക്ഷിച്ചത്. രാജാവ് കൽപ്പന കൊടുത്തു, ഇവൻ ആവശ്യമുള്ളത് ഇവനെ സഹായിച്ചു വിടാൻ പറഞ്ഞു. ആ മനുഷ്യൻ്റെ വിചാരം 2 3 പവനോ 8 10 പവനോ ഒക്കെ കോയിൻ തരുമായിരിക്കും എന്നേ അവൻ വിചാരിച്ചിട്ടുള്ളൂ. ചെന്നപ്പോൾ ആ ദാസൻ
ആ കാര്യസ്ഥൻ പറഞ്ഞത്, നീ നിനക്ക് കൊണ്ടുപോകാൻ പാത്രമുണ്ടോ? ഇയാൾ ഞെട്ടിപ്പോയി. എന്തിനാ പാത്രം? എൻ്റെ കേസിൽ കൊള്ളാവുന്ന 8-10 പവനല്ലേ ഉള്ളൂ, അത് മതി. അതല്ല, നിനക്ക് കൊണ്ടുപോകാൻ എന്തുണ്ട് നിൻ്റെ കയ്യിൽ? അവൻ പറഞ്ഞ്, അരക്കി ചുറ്റിരിക്കുന്ന ഒരു തോർത്ത്, ഒരു മുണ്ടയല്ലേ ഉള്ളൂ, അത് വിരിക്കാൻ പറഞ്ഞു. രാജാവിൻ്റെ ഭണ്ഡാരം തുറന്ന ആ ഭൃത്യൻ ഒരു കുടുന്ത സ്വർണം അങ്ങ് വാരിട്ടു. ഇയാൾ ഞെട്ടിപ്പറഞ്ഞിട്ട്, എനിക്കത് മതി, പോരാ, വീണ്ടും ഇടുകയാണ്, വീണ്ടും ഇടുകയാണ്. 3 തവണ 3 കൊടുന്ത, 3 കൈ നിറച്ച് നാണയം അതിനകത്ത് വാരിയിട്ടു. കെട്ടിപ്പറക്കാൻ പറഞ്ഞു. വിറയ്ക്കുന്ന കൈയോടെ ആ മനുഷ്യൻ അത് കെട്ടിപ്പറക്കി. എനിക്ക് എന്തിനാ ഇത്രയുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ, അതെനിക്കറിയില്ല, രാജാവാണ് തരുന്നത്, അത് രാജകീയമായിട്ടേ തരത്തുള്ളൂ, പൊയ്ക്കോളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മറക്കാതിരിക്കുക, ദൈവമാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതെങ്കിൽ അത് വളരെ വലുതായിരിക്കും. യജമാനനാവുകയാണ് ഇവിടെ ഭൃത്യൻ യജമാനാവുകയാണ്. ദൈവനാമത്തിൽ വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുകയാണ്. മാനസാന്തരപ്പെട്ട് വരുമ്പോൾ നിനക്ക് ഇന്നലത്തേക്കാൾ ഇന്ന് എല്ലാ പദവിയും ലഭിക്കും. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും, അവനോട് ക്ഷമ ചോദിക്കും, വേലക്കാരനെ പോലെയെങ്കിലും ഞാൻ ജീവിക്കും എന്നേ ആ ധൂർത്തുപുത്രൻ പറഞ്ഞുള്ളൂ. ചെന്നപ്പോൾ അപ്പൻ ഉമ്മ കൊടുക്കുകയാണ്. വേർത്ത് ദുർഗന്ധം വമിക്കുന്ന തൻ്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ദുർഗന്ധം മനസ്സിലാക്കാതെ ചുംബിക്കുന്ന, കഴുത്തെ ചുംബിക്കുന്ന, ഏറ്റവും കൂടുതൽ അഴുക്ക് കഴുത്തിലാണ്, അവിടെ ചുംബിക്കുന്ന ഒരപ്പനെയാണ് അവിടെ കാണുന്നത്. യജമാനനെ കുടിച്ചാലും ഒട്ടകത്തിന് ഞാൻ കൊരിക്കൊടുക്കാം. വളരെ സന്തോഷത്തോടു കൂടെ എലിയാസർ ദൈവത്തെ സ്തുതിച്ചു. അവൻ വിവരണങ്ങൾ ചോദിക്കുന്നു, എവിടെയാ നിൻ്റെ വീട്? ആ സ്ത്രീ പറഞ്ഞത്, ആ മോള് പറഞ്ഞത്, ആ കന്യ പറഞ്ഞത്, ഞാൻ റിബേക്ക, ഫെതുവേലിൻ്റെ മകൾ, ലാബാൻ്റെ സഹോദരി, ഇവിടെയാണ് എൻ്റെ താമസം, അടുത്താണ്. എലിയാസർ റിബേക്കായുടെ കൂടെ ലാബാൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ആ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്, വരാന്തയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ലാബാൻ വന്ന് അവനെ ക്ഷണിക്കുന്നത്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക, എന്തിനു പുറത്തു നിൽക്കുന്നു? ഇവിടെ ഉള്ള മർമ്മം വേണമെങ്കിൽ ഏലിയാസാറിന് അവകാശപ്പെടാം, ആ വീട്ടിലാണല്ലോ, ഇങ്ങോട്ട് ഇറങ്ങി വാ, നമുക്ക് ഈ വരാന്തയിൽ നിന്ന് സംസാരിക്കാം, ഞാൻ വീട്ടിൽ തന്നെയല്ലേ, പിന്നെ ഇതിനെ പ്രത്യേകിച്ച് അകത്തേക്ക് വരുന്നത്, കാര്യം വിളിച്ച് സംസാരിച്ചാൽ മതി, പോരാ. നീ വീട്ടിലാണെന്നുള്ള ബോധ്യം തെറ്റാണ്. നീ വീട്ടിലാണ് എന്ന് നീ പറയുന്നുവെങ്കിലും നീ യഥാർത്ഥ വീട്ടിലല്ല. ഇനിയും അതിനകത്ത് സ്ഥലമുണ്ട്, ഇനിയും നിനക്ക് പടവുണ്ട്, ഇനിയും നിനക്ക് അകത്തേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. നീ രക്ഷിക്കപ്പെട്ടവനാണെന്ന് നീ പറയുന്നെങ്കിലും ഇനിയും നീ രക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും നിനക്ക് അകത്ത് കയറേണ്ടിയിരിക്കുന്നു. നിനക്ക് ഇനിയും പടകുണ്ട്, നിനക്ക് ഇനിയും ഒത്തിരി സ്റ്റെപ്പ് കയറാനുണ്ട്. അകലെ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു, സന്തോഷമാണ്, എനിക്ക് സുവിശേഷം അറിയാം, ദൈവത്തെ അറിയാം, പ്രാർത്ഥിക്കുന്നു, സമാധാനമുണ്ട്, പോരാ. ആത്മാർത്ഥമായി നീ നിൽക്കുന്ന സ്ഥലം, നിൻ്റെ ഉള്ള്, നിൻ്റെ ഹൃദയം എവിടെയാണെന്ന് നീ യഥാർത്ഥമായി പരിശോധിക്കുക. വാക്കുകൾ കൊണ്ട് നീ അകത്താണെന്ന് പറഞ്ഞാലും അകത്തേക്ക് വിളിക്കുന്ന, യഥാർത്ഥ രക്ഷയിലേക്ക് വിളിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മളൊക്കെ പറയുന്നത് അകത്താണല്ലോ, കുഴപ്പമില്ല, ഞാൻ പ്രശ്നമൊന്നുമില്ല. ചില കുട്ടികളോട് പരീക്ഷ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവർ എളുപ്പമാണെന്നും പറയത്തില്ല, ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞില്ല, ഒറ്റ വാക്കാണ്, കുഴപ്പമില്ല. ആ വാക്കിന് എന്താ അർത്ഥമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പരീക്ഷയ്ക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പരീക്ഷ വല്ലതും മനുഷ്യൻ ഉപദ്രവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കൊമ്പുണ്ടോ, കുത്തുവോ? കുഴപ്പമില്ല, അങ്ങനെയല്ല. പരീക്ഷ എളുപ്പമായിരുന്നുവെങ്കിൽ എളുപ്പമാണെന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞോണം, പ്രയാസമാണെങ്കിൽ അല്പം പ്രയാസമാണെന്ന് തന്നെ സമ്മതിച്ചോണം. ഇത് രണ്ടുമല്ലാത്ത ഒരു വാക്കുകൊണ്ട് മനുഷ്യനെ കുഴപ്പിക്കരുത്. ദൈവമക്കൾ എപ്പോഴും ഓർക്കേണ്ട സത്യമാണ് അച്ഛൻ പറഞ്ഞത്. നീ മുറ്റത്താണ്, നീ വരാന്തയിലാണ്. നേരെ മറിച്ച് ആരോട് ചോദിച്ചാലും പറയാം, ഞാൻ ലാബാൻ്റെ വീട്ടിലാണ്. അത് ശരിയാണ്, നീ ക്രിസ്ത്യാനിയാണ്, നിനക്ക് ക്രിസ്ത്യാനിയുടെ പേരൊക്കെ ഉണ്ട്, നീ വളരെ വർഷങ്ങളായിട്ട് പാരമ്പര്യമായി ഇന്ന പള്ളി ഇടവകയാണ്, അതൊന്നും തെറ്റൊന്നുമില്ല. വേണമെങ്കിൽ അതൊക്കെ അവകാശപ്പെടാം. ഞാൻ ലാബാൻ്റെ വീട്ടിലുണ്ട്. ആ സമയത്ത് ഒരാൾ മൊബൈലില്ല എങ്കിൽ തന്നെ ഒരാൾ ഫോൺ വിളിച്ചാൽ വേണമെങ്കിൽ പറയാം, നീ എവിടെയാ? ഞാൻ ലാബാൻ്റെ വീട്ടിലാണ്. തെറ്റല്ല. പക്ഷേ ലാബാൻ പറയുന്നു നീ എൻ്റെ വീട്ടിലല്ല എന്ന്. മറക്കാതിരിക്കുക. നമ്മൾ പറയുന്നു നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന്.
യേശു പറയുന്നു, നീ ആയിട്ടില്ല, നിനക്ക് ഇനിയും പടവ് കടക്കേണ്ടിയിരിക്കുന്നു. അകത്ത് വരിക, യഥാർത്ഥ രക്ഷയിലേക്ക് വരിക, പൂർണ്ണ സന്തോഷം അനുഭവിക്കുക, ഉപേക്ഷിക്കേണ്ടത് മുഴുവൻ ഉപേക്ഷിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക, വേർപാട് പാലിക്കുക, ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് നീ എത്തുക, ക്രിസ്തുവാകുന്ന തലയോളം വളരുക. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിനു പുറത്തു നിൽക്കുന്നു? അകത്ത് വരിക. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കർത്താവേ, അകത്താണെന്നുള്ള ഒരു മൗഢ്യധാരണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെല്ലാം തികഞ്ഞു എന്ന ഒരബദ്ധ ധാരണയും ഞങ്ങൾക്കുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ആകേണ്ടിടത്തായിട്ടില്ല എന്നുള്ളത് നിനക്ക് മാത്രമാണ് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. കർത്താവെ, നടിക്കുന്ന ഞങ്ങളെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് രാത്രി നീ ഞങ്ങളെ സഹായിക്കണം. ബോധം ഞങ്ങൾക്ക് തരണം, സുബോധം തരണം. ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് വേണം. അകത്തിനിയും സ്ഥലമുണ്ട്, ഒരു സ്റ്റെപ്പ് കൂടി കടക്കേണ്ടിയിരിക്കുന്നു എന്ന വസ്തുത മനസ്സിലാക്കാൻ നീ സഹായിക്കണം. കൃപയിൽ സൂക്ഷിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Bye.